100 സ്വർഗമുണ്ടെങ്കിലും സ്വർഗത്തിന് 100 പദവി ഉണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം ഒന്നേ ഉള്ളൂ. ആ സ്വർഗത്തിൽ ആരാ കിടക്കേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന അതേ സ്വർഗവാ ഈ പത്തനാപുരത്തുകാരനായ സിറാജും ചോദിക്കുന്നത്, ഈ നാട്ടുകാരായി നിങ്ങളും ചോദിക്കുന്നത്. ആര് കിടക്കുന്ന സ്വർഗം? നബി കിടക്കുന്ന സ്വർഗം. യോഗ്യതയുണ്ടോ? ചിന്തിച്ച് നോക്ക്. അർഹതയുണ്ടോ സഹോദര? നമുക്ക് ചോദിക്കാനെങ്കിലും അതിനും ഒരു യോഗം വേണമല്ലോ, എന്തിനും ഒരു അർഹത വേണമല്ലോ. അല്ലാഹുവേ എനിക്ക് സ്വർഗം താ എന്ന് ചോദിക്കാനുള്ള യോഗ്യതയെങ്കിലും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ആകെയുള്ള പോംവഴി എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് നിന്റെ ഈമാൻ നീ ഉറപ്പിക്കാതെ വഴിയുള്ളൂ. അള്ളാഹു തന്നെ പറഞ്ഞത്, നിന്റെ മുൻകാമികൾ അനുഭവിച്ചതൊക്കെ നീയും അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻകാമികൾ അനുഭവിച്ചതൊക്കെ അതിനെപ്പോലെ നീയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് ഖുർആൻ പറയുമ്പോൾ മനസ്സും ശരീരവും തയ്യാറാക്കി ശുദ്ധമാക്കി എല്ലാവരും ഒരുങ്ങിക്കോ. ഇനി പീഡനങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തിയതല്ല, ഓർമ്മപ്പെടുത്തിയതാ. ആരെയും ഭയപ്പെടുത്തിയതല്ല, ഓർമ്മപ്പെടുത്തിയതാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉസ്താദേ, അതങ്ങ് നടക്കുന്നത് യുപിയിലല്ലേ, അല്ലെങ്കിൽ അവിടെയല്ലേ, ഇവിടെയല്ലേ? അല്ല സഹോദര, നാളെ നിന്റെ വീടിന്റെ മുന്നിൽ ഇതൊക്കെ നടക്കാൻ പോവാ. അതുകൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാക്കി അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ്. രാജ്യത്തിന്റെ ഭരണം പിടിച്ചു പറ്റാനോ അധികാര സ്ഥലങ്ങളിൽ കയറുവാനോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ഈമാൻ ഉറപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും, എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ട്. എല്ലാവരും പറയാറുണ്ട് നമുക്ക് ഈമാനുണ്ടെന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ലാഭം പകലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ, യഥാർത്ഥ ഒരു മുസ്ലിം ഉണ്ടല്ലോ, അവനെ കാണുമ്പോ തന്നെ പറയും അവൻ യഥാർത്ഥ ഒരു വിശ്വാസിയാണ്. എന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ള മതസ്ഥര് പോലും പടച്ചവനെ പറയാറുണ്ട് അവനൊരു യഥാർത്ഥ വിശ്വാസിയാണ്. കാരണം ഒരു മുസ്ലിമിന്റെ ഗുണങ്ങൾ അങ്ങനെയാണ്, ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാണ്, ഒരു മുസ്ലിമിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അല്ലാതെ വഅദ് കേട്ടിട്ടല്ല, 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മണിക്കൂറോ ഉള്ള വഅദ് കേട്ടിട്ടല്ല. ഒരു തന്റെ അയൽവാസിയായ ഒരു മുസ്ലിമിന്റെ ജീവിതം കാണുമ്പോൾ, അല്ലാഹുവേ, ആ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാം. ഒരുപാട് ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട്, മുസ്ലിമിന്റെ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോൾ സ്വഹാബികളതാ നേരത്തെ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പതിവില്ലാതെ പള്ളിയുടെ മുന്നിൽ സ്വഹാബത്ത് കാത്തു നിൽക്കുകയാ. എന്താണ് കാരണമെന്നറിയില്ല. എല്ലാവരും അത്ഭുതത്തോടുകൂടി മുത്തുനബി വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. പ്രവാചകനതാ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മുത്തുനബി കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഒരു മനുഷ്യനെ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്? ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനതാ അടുത്തേക്ക് ചെന്ന് നോക്കി. ആരെയാണ് പള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്നത്?